ഹായ് ചങ്സുകളെ, സുഖല്ലേ? ഒരുപാട് നാളായി ഒരു ഓൺ വോയിസ് ഒരു വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് എന്താ പറയുക, എൻ്റെ മനസ്സിനെ പറഞ്ഞ് പിടിച്ചിരുത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് അല്ലേ. സൗഹൃദ ബന്ധം ഓക്കെ നല്ലതാണ്, സുഹൃത്ത് നല്ലതാണ്, പക്ഷെ അവൻ നല്ലൊരു സുഹൃത്തായി മാറണം, നല്ല സുഹൃത്തായി തന്നെ ഇരിക്കണം. സാമ്പത്തികമായിട്ട് നമ്മുടെ മറ്റുള്ള സാമ്പത്തികമായ രീതിയിലോ മറ്റുള്ള നമ്മുടെ പ്രതാപത്തിലോ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടോ ഒരു സുഹൃത്തായി വരുന്നവരെ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചോ, പക്ഷേ ഒരുപാട് പഠിച്ചോണം അവരെ പറ്റി കേട്ടോ. അതിപ്പോൾ ആൺ സുഹൃത്തുക്കളായാലും പെൺ സുഹൃത്തുക്കളായാലും അല്ലേ. നമ്മളൊക്കെ ഇവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രവാസത്തിൽ ജോലി ചെയ്ത് നമ്മൾ കുടുംബം പോറ്റാൻ വേണ്ടി വന്നവരാണ്, ആണോ? അതല്ലേ. നമ്മൾ ചെറിയ സഹായങ്ങൾ, അതായത് ചെറിയ എന്താ പറയുക, ചിലപ്പോൾ ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. പാവങ്ങൾ ഒരുപാട് പറ്റിക്കപ്പെടുന്നില്ല കേട്ടോ. അത് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ രീതിയിൽ ചിലപ്പം സമ്പത്ത് കൊടുത്തിട്ട്, അതായത് ക്യാഷ് കൊടുത്തിട്ട് കിട്ടാത്ത രീതിയിലൊക്കെ ഒരുപാട് അനുഭവം എൻ്റെ ചെവിയിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ സുഹൃത്തുക്കൾ അല്ലേ, ഒരുപാട് സുഹൃത്തുക്കൾ പല ഹെൽപ്പുകൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു, നല്ല സുഹൃത്തുക്കൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മളെ സ്നേഹം നടിച്ച് നമ്മളുടെ ആ സ്നേഹം കൈക്കലാക്കി, നമ്മുടെ വിശ്വസ്തത കൈക്കലാക്കി മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പം അതിൽ കുറച്ച് ചില കഥകളൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ നമുക്ക് കേൾക്കുന്ന കഥകൾ ധൈര്യമായിട്ട് ഞാൻ പുറത്തേക്ക് പറയും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ക്യാഷിൻ്റെ കാര്യത്തിൽ ആരെയും വിശ്വസിക്കില്ല. നമ്മുടെ വിശ്വസ്തത ആദ്യം നമ്മളെ വിശ്വസിപ്പിക്കും. ഞാൻ നല്ലവനാണ്, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒത്ത ഒരാളാണ്, നല്ലൊരു സഹോദരനായി കരുതാൻ പറ്റിയ ആളാണ് എന്നുള്ള രീതിയിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെങ്ങനെ വിശ്വസിച്ച് ആ വിശ്വാസം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി ഉള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാൻ തുടങ്ങും. ഞാൻ പറയട്ടെ, സ്നേഹം വേണം, പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ടുള്ള സ്നേഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു 5 പൈസ കൊടുത്തുള്ള സ്നേഹം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് തിരിച്ചിടാൻ പോകുന്നില്ല. നിങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ വിഷമിക്കും. നിങ്ങൾ ചിലപ്പം 1000 റിയാലായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ 2000 റിയാലായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ 3000 റിയാലായിരിക്കും, ചിലപ്പോൾ 10000 റിയാലായിരിക്കും കൊടുക്കുന്നത്. നല്ല സാധ്യതയുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ, ഇവിടെയുള്ള ആൾക്കാർ. അപ്പോൾ അവരെ മുതലെടുക്കാനായിട്ട് കുറച്ച് കഴുകൻ കണ്ണുകൾ നമ്മളുടെ നേരെയുണ്ട്. അത് മനസ്സിലാക്കണം. ചിലപ്പം പാവം കളിച്ച് ചില ക്യാരക്ടറുകൾ പതുക്കെ, അതായത് നൈസാക്കി പാവം കളിച്ച് പാവത്താനായി അല്ലെങ്കിൽ പാവത്താനായ മറ്റെന്താ പറയുക, ഒരു എന്താ പറയുക, ചിരിയിലൂടെ, വെറും ചിരി മാത്രമേ ഉണ്ടാകത്തുള്ളത്. ആയടാ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, നീ എവിടെയാണ്, അവരുടെ അന്വേഷണങ്ങൾ അതൊക്കെയാണ്. വേറെ വേറെ എന്താ പറയുക, അസുഖങ്ങളൊന്നുമില്ലല്ലോ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, സുഖമല്ലേ, അങ്ങനെ കുറച്ച് പ്രാവശ്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അത്യാവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വേറെ ബിസിനസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എത്രയാണ് വേണ്ടത്, എത്രയായിട്ടാണ് വേണ്ടത്, കുഴപ്പമില്ല, ഞാനുണ്ട്, എടുത്തോ, എനിക്ക് പിന്നെ തന്നാൽ മതി. മക്കളെ, വഞ്ചിക്കപ്പെടരുത് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ കണ്ണീര് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. അതായത് കസീം മേഖലയിൽ, ഖുറൈദ മേഖലയിൽ ഏകദേശം ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയാം, ഒരുപാട് വേദനകൾ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽ സംബന്ധമായ മേഖലകൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ആ മാലാഖമാർ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവരവിടുത്തെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. 24 hours, 12 hours, 8 hours ഡ്യൂട്ടി ചെയ്ത് അവരുടെ കുടുംബത്തെ നോക്കുന്നവരാട്ടോ. നമ്മൾ ചെയ്തോ, ദശാംശം കൊടുത്തോ, ദൈവത്തിന് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കൊടുത്തോ, പക്ഷേ സമ്പത്തിലൂടെ ആരും സഹായിച്ചുള്ള സ്നേഹം നിങ്ങൾക്ക് വേണ്ടെന്നേ. ആ കഴുകൻ കണ്ണുകളെല്ലാം സൂക്ഷിച്ചോണം.
അല്ലെങ്കിൽ അനുഭവിക്കും ഒരു ദിവസം. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. ഒരുപാട് ഒരു വിഷമമുണ്ടായി കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സാമ്പത്തികമായ രീതിയിലുള്ള സ്നേഹം വേണ്ട. സ്നേഹിച്ചോ മനസ്സോടെ, മനസ്സറിഞ്ഞ് നിറകണ്ണുകളോടെ കണ്ണിൽ കണ്ടി നോക്കുന്നവരെ സ്നേഹിക്കണം. കസിൻ ചങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ഒപ്പം കേട്ടോ, എന്ത് കാര്യത്തിലും. പക്ഷേ അതിനേക്കാളുപരി സാമ്പത്തികമായ രീതിയിൽ ആരെയും നിങ്ങൾ എന്താ പറയുക, സഹായിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഓക്കെ, ദാനമായി കൊടുത്തു, പക്ഷേ കടമായി കൊടുത്താൽ പറയാൻ പറ്റത്തില്ല കേട്ടോ എങ്ങനെയാണ്. കണ്ണീര് കണ്ട ഒരുപാട് ആൾക്കാർ കണ്ണീര് കണ്ടു. അപ്പോൾ നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.